തൊഴുത് കൂർത്തു നിൽക്കുന്ന ഈ കൊമ്പും തലകുലുക്കവുമെല്ലാം ഈ വീടിൻ്റെ ഐശ്വര്യമാണ്. അങ്ങട് തിരിയാന് ഇങ്ങട് തിരിയാന് എന്നൊന്നും പറഞ്ഞ് ആർക്കും വായിലെ വെള്ളം വറ്റിക്കേണ്ട ആവശ്യമില്ല. അയ്യപ്പന് യജമാനൻ്റെ ഒരൊറ്റ നോട്ടം മാത്രം മതി കാര്യങ്ങൾ തിരിച്ചറിയാനും അതിനനുസരിച്ച് പെരുമാറാനും. ആന അന്നും പാവണ്. അന്നും അവർ നീരിൽ ഒലിവിലൊക്കെ ആനനെ തടി പിടിപ്പിക്കാനും എല്ലാത്തിനും കൊണ്ടുപോകാറുണ്ട്. അവിടെ അങ്ങനെ ഒരു ചിട്ടവട്ടമൊന്നുമില്ല. നമ്മുടെ അവിടുത്തെ ആയാലും നീരിൽ കെട്ടി നിർത്തുക അങ്ങനെ ഒരു ചുറ്റുവട്ടമൊന്നും അവിടെ ഇല്ല. അങ്ങനെ പഠിപ്പിച്ചതാണ്. അന്ന് തുടക്കമായി ഉണ്ടായിരുന്നല്ലോ. ബാലമട എന്നൊക്കെ പറഞ്ഞ് അങ്ങനൊരു ഇതായിരുന്നു. എൻ്റെ അവിടെ വന്ന് ആദ്യത്തെ കൊല്ലം കുറച്ച് ഒലിച്ചു. പിന്നെ രണ്ടാമത്തെ കൊല്ലം തൊട്ടാണ് ആയുള്ളപ്പോൾ ഏകദേശം 5 കൊല്ലമായി. ഇപ്പോഴും നീരിൻ്റെ ടൈമിലാണ്. നീരിൻ്റെ ടൈമിൽ ഇങ്ങനെ ആരും പുറത്ത് കൊണ്ടുപോകാറില്ല. പക്ഷേ ആനയും പാപ്പാനുള്ള വിശ്വാസം ആണ് ഏറ്റവും വലിയ വിശ്വാസം. അപ്പോൾ ഇവനെന്ന് വെച്ചാൽ ആനപ്പാപ്പാനെന്ന് വെച്ചാൽ ഇവന് ആന വരുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആന എപ്പോഴും തലകുലുക്കി അങ്ങനെ ഒരു സമ്മതിക്കുക. അങ്ങനെ ഒരു ആനയും ഞാനിതുവരെ എനിക്ക് വേറെ 5 ആനയും ഉണ്ടായിരുന്നിട്ട് വരെ ഇങ്ങനെ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്ന ആന അല്ലെങ്കിൽ പാപ്പാൻ വരുമ്പോൾ സന്തോഷം കാണിക്കുന്ന ആന ഇത് തന്നെ കണ്ടിട്ടുള്ളൂ. പിന്നെ നീരിലും വേറെ ആനകളും നീരിൽ ആനകളെ പാപ്പാനെ ബഹുമാനിക്കുന്ന ആനകളുണ്ട്, വേറെ ആനകളുണ്ട്. പക്ഷേ ഇത് ഒന്ന് തല കുലുക്കിയൊക്കെ പ്രകടിപ്പിച്ച് ആ സന്തോഷം കാണിക്കുക എന്ന് പറയുന്നത് ഈ അയ്യപ്പന് മാത്രം ഒരു പ്രത്യേകതയാണ്. പ്രതിസന്ധികളിൽ ഇത്രയും സംയമനം പാലിക്കുവാൻ അയ്യപ്പൻ എങ്ങനെ കഴിയുന്നു? അതൊരു പ്രത്യേകതയാണ്. അല്ലെങ്കിൽ മയക്കുവെടിയും കല്ലേറും അടിച്ചു തകർക്കലും ഒക്കെയായി അവസാനിക്കുമായിരുന്ന ആ സംഭവം അയ്യപ്പൻ തന്നെ പറയും. ഇന്നേക്ക് സുമാർ 1 വർഷം മുമ്പാണ് ആ സംഭവം. ഇവിടെ മഹാദേവൻ എന്നൊരു കുട്ടിക്കുറുമ്പൻ ഉള്ള വിവരം നിങ്ങൾക്കറിയാമല്ലോ. ഒരു ദിവസം ഞങ്ങളെയും കൂട്ടി ഒരു ചെറിയ കറക്കത്തിനിറങ്ങിയതായിരുന്നു ഞങ്ങളുടെ പാപ്പാന്മാർ. വീട്ടിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ കഴിഞ്ഞ് കാണണം. അപ്പോഴാണ് ആ സംഭവം. എൻ്റെ പാപ്പാൻ ഈ മഹാദേവൻ്റെ കുറുമ്പ് സഹിക്കാതാകുമ്പോൾ ചിലപ്പോഴൊക്കെ ഒന്ന് വരട്ടാറുണ്ട്. അതവന് രസിക്കുന്നില്ലെന്ന് ഞാൻ എൻ്റെ പാപ്പാനോട് പറഞ്ഞിട്ടുമുണ്ട്. എപ്പോഴെങ്കിലും തരം കിട്ടുമ്പോൾ ഒരു കാച്ച് കാച്ചണമെന്ന് നോട്ടമിട്ട് നടക്കുകയായിരുന്നു ഈ മഹാദേവൻ. എൻ്റെ പാപ്പാനിതൊട്ടും മനസ്സിലായിരുന്നതുമില്ല. നടത്തത്തിനിടയിൽ എപ്പോഴോ എൻ്റെ പാപ്പാൻ അവൻ്റെ മുന്നിൽ ചെന്നുപെട്ടു. അവസരം കാത്തിരുന്ന അവൻ ഒരു ഫ്രീ കിക്ക് എടുക്കുന്ന ആവേശത്തോടെ എൻ്റെ പാപ്പാൻ്റെ നേർക്ക് പാഞ്ഞു. ഏതോ ദൈവങ്ങൾ എൻ്റെ വിളി കേട്ടു. അവൻ്റെ കുതിപ്പ് കണ്ട് എൻ്റെ പാപ്പാൻ ഓടാൻ തുടങ്ങി. നമ്മുടെ പ്രീജയെ തോൽപ്പിക്കുന്ന ഓട്ടമാണ് എൻ്റെ പാപ്പാൻ ഓടിയത്. മഹാദേവനും വിട്ടില്ല. അവരങ്ങനെ ഓടിയ നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പകച്ചു നിന്നു. ദൈവമേ, എൻ്റെ പാപ്പാൻ! ആ ഉത്കണ്ഠ ഉള്ളിൽ കിടന്ന് പെരുകിയിട്ടും ഞാൻ ഓടിയില്ല. ഞാനും കൂടി ഓടിയിരുന്നെങ്കിൽ ആ നാഷണൽ ഹൈവേയിൽ ഒരു വലിയ കുഴപ്പം തന്നെ ഉണ്ടാകുമായിരുന്നു. അതിനിടയിൽ ആരൊക്കെയോ വിളിച്ചറിയിച്ച് മുതലാളി എത്തി. എൻ്റെ ശാന്തത കണ്ടപ്പോൾ തന്നെ മുതലാളിക്ക് പകുതി ആശ്വാസമായി. പിന്നെ എൻ്റെ കൊമ്പയിൽ പിടിച്ച് വീട്ടിലേക്ക് നടന്നു. അതിനിടയിൽ നിങ്ങളെപ്പോലുള്ള ചാനലുകാരും അവിടെ വന്നെത്തിയിരുന്നു. പിന്നെ ഫ്ലാഷ് ന്യൂസിൻ്റെ കളിയായിരുന്നു. ഞാനും മുതലാളിയും കൂടി നടക്കുന്ന ചിത്രം പല പത്രങ്ങളും മുൻ പേജിൽ അടിച്ചു. മഹാദേവൻ കുറേ ദൂരം ഓടിച്ച ശേഷം പാപ്പാനെ വിട്ടു. കുറച്ച് കഴിഞ്ഞ് അവരും വീട്ടിൽ മടങ്ങി വന്നു. കുഴപ്പങ്ങളൊന്നും കാണിക്കാതിരുന്നതിന് മുതലാളി ചില സ്പെഷ്യലുകൾ അന്ന് എനിക്ക് തരികയും ചെയ്തു. ഞാൻ അന്ന് ഓടിയിരുന്നെങ്കിൽ അവിടെ ചിലപ്പോൾ ഒരു വെടിവയ്പ് തന്നെ വേണ്ടി വരുമായിരുന്നു.